സുഹൃത്തുക്കളെ അസ്സലാമു അലൈക്കും. നമ്മള് ഇപ്പൊ എറണാകുളത്ത് ഉള്ളത്. കുറെ യാത്രകൾക്ക് ശേഷം ഇന്നലെ ഒരു വൈകുന്നേരം ഒരു 6 മണി ആ സമയത്ത് ഇറങ്ങിയിട്ട് രാത്രി ട്രെയിൻ കയറിയപ്പം ഇന്നലത്തെ ഉറക്കൊക്കെ ഒരു സ്റ്റേഷന്റെ പരിധികൾ വെച്ചിട്ട് നമ്മള് അഡ്ജസ്റ്റ് ചെയ്തില്ലേ. ഭയങ്കര സെറ്റപ്പ് ലൈഫേന്. ഇന്നലെ ഫുൾ ലക്ഷറി ലൈഫേന്. സ്റ്റേഷനില് കുറെ പട്ടികളും അവിടുത്തെ ചേച്ചിമാരും അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ ഇപ്പൊ രണ്ട് കോമഡി ഉണ്ടായി. ഒന്ന് ഇന്നലെ വൈകുന്നേരം ഇരുന്നപ്പോഴാണ് ഇപ്പം പറഞ്ഞ് മറ്റേ ഇതില് മൗസിയില് 50% ഓഫർ ഉണ്ട് പറഞ്ഞു. മൗസിൽ 50% ഓഫർ ഉണ്ടായിരുന്നു. ഒന്നാ മൗസി പോവാറുണ്ട്. നേരെ ഗൂഗിൾ മാപ്പ് എടുത്താണ് മൗസി നേർന്നി നോക്കി. മാപ്പില് മൗസി എന്നാണ് വന്നിരിക്കണത്. നമ്മള് മൗസിന്ന് ഫസ്റ്റ് ടൈം അടിച്ചോണ്ട് ആ ഒരു തരിപ്പ് നമ്മൾ ശ്രദ്ധിക്കൂലല്ലോ. ആ ZYM എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ മൗസിയാണ് എഴുതിയാണ്ട് 2 കിലോമീറ്റർ സ്റ്റേഷനിൽ നടന്നുപോയി. നോക്കുമ്പോ കടന്റെ പേര് മുസി. 50% ഓഫർ ഉണ്ട് പറഞ്ഞേ കൂട്ടിക്കൊടുത്തു. കട എന്താ സംഭവം. മൗസി എന്ന് പറയുമ്പോ എന്താ സാധാ ഒലിമ്പിക്ക് കുറച്ച് ഐസ്ക്രീം ഇട്ട 10, 50, 60, 70 ഉറുപ്പ്യ ഉണ്ട്. പക്ഷെ സെയിം സാധനം അത് അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അത് നല്ല അവിടുത്തെ ഐക്കൺ സാധനമാണ്. അപ്പൊ അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റി. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു കോമഡി ഉണ്ടായിരുന്നല്ലോടാ. പിന്നെ എന്തൊരു കോമഡി, ബാഗ് മറന്നുവെച്ചു. സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോ ഈ ചങ്ങായി ഇന്റെ ബാഗ് എടുത്ത് ഇറങ്ങിയ. ഞാൻ ഇന്റെ ബാഗ് തപ്പാ. ഓന്റെ അടുത്തുള്ള ബാഗ് ഓന്റേതാണോ ഇന്റേതാണോ നോക്കറിയാം. ഓനെടുത്തു. പിന്നെ ഇവണ്ടല്ലോ അടുത്ത വർഷം ഉദവിയാവും. അപ്പൊ എല്ലാരും വിഷയം ഓൾ ദി ബെസ്റ്റ്. ഞങ്ങളെല്ലാരും തിരിച്ച് ട്രെയിനിൽ കയറി. കൊറേ പോയി, പിന്നെയും പോയി, അടുത്ത സ്റ്റേഷൻ വരെ പോയി, തിരിച്ച് റിട്ടേൺ വന്ന് എന്തായാലും എറണാകുളത്ത് എത്തി, ജംഗ്ഷൻ എത്തി. അങ്ങനെയാണ് ഇന്നലെ ഉണ്ടായത്. ഇപ്പൊ ഞങ്ങള് മാർക്കറ്റിംഗ് ടീം ഇവിടെ എത്തിയേക്കാണ്. ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. നൂർജഹാൻ കേട്ടോ. നൂർജഹാൻ ഷോപ്പ് മാർക്കറ്റ് ചെയ്യണ നമ്മളാണ്. ഷാഫി ക്യാമറമാൻ ഷാഫി. ഇതാണ്ടോ മെയിൻ. ഇതിന്റെ തല എന്ന് പറയുന്നത് ഷാഫിയാണ്. സംഭവം ക്യാമറമാൻമാരെ മുഖം നിങ്ങൾ കാണണ്ടല്ലോ. പക്ഷെ മെയിൻ തല എന്ന് പറയുന്നത് ഓലാണ്. ഇതിന്റെ പിന്നിലുള്ള എല്ലാ പ്രവർത്തനവും അതാണ് പോയിന്റ്. പിന്നെ ഇവിടുത്തെ സ്റ്റാഫിനെ കാണിച്ചു കൊടുക്ക്. ഇതൊക്കെയാണ് അവിടുത്തെ സ്റ്റാഫ്. അതേപോലെ ഇവിടുത്തെ സ്റ്റാഫ് അടിപൊളി കേട്ടോ. അതല്ല, ക്യാരക്ടർ അടിപൊളിയാണ്. എല്ലാവരും ക്യാരക്ടർ ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടറാ. അപ്പം ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോ നമ്മള് അടുത്ത വർക്ക് കുറച്ച് വീഡിയോ എടുക്കണം. അതിന്റെ ഫുഡ് കഴിക്കണം. ഫസ്റ്റ് നമുക്ക് ഫുഡ് കഴിക്കാം. വാ കിട്ടില്ല സാധനം. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനത്തെ ഇതിനൊക്കെ വരുന്നത്. ഇങ്ങനത്തെ ഒരു ഷൂട്ടിന് ഫസ്റ്റ് ടൈമാണ്. നമ്മള് നമ്മള് ബാക്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് ഇതൊരു അവസരം കൂടിയാണ്. ചെറുക്കം മുതലാക്കും. ഫീൽഡിൽ നമ്മള് വന്നിട്ടില്ല. തിന്നാനുമാണ് ഭാഗ്യം ഇങ്ങനൊക്കെ തിന്നാന്. എടുത്തുണ്ട് നമ്മള് ജീവിതത്തിൽ കുറെ കാര്യങ്ങൾ അനുഭവം. അതെ, കൊറേ ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ലല്ലേ. ഉണ്ടാക്കാനുള്ള ഭാഗ്യത അതിനുള്ള യോഗ എന്തായാലും ഇല്ല. ഇതിനൊരു മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞത് ഫുഡ് അത്രയും കഴിക്കാം. റേറ്റ് നോക്കാതെ ഫുഡ് കഴിക്കാം. അതാണ് ഈ സ്കില്ലുണ്ടായുള്ള പ്രശ്നം. കണ്ടോ ഷാഫി ഉണ്ടില്ലേ, കേറ്റ് വിടുന്നുണ്ടില്ലേ, ആ പ്ലേറ്റ് ബാക്കിയാ കിട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് ഭാവിയിൽ വലിയൊരു ടീമാവാൻ പോവാണ്. ക്യാമറ പിടിക്കുന്നവന് കണ്ടന്റ് ക്രിയേഷൻ നമ്മൾ പറയാം. അതാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരാളെ എവിടെയും കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. കണ്ടന്റ് ചെയ്യും, ആക്ടറാണ്, വീഡിയോ എടുക്കും, വീഡിയോ എഡിറ്റ് ചെയ്യും, പ്ലസ് റീച്ച്, എല്ലാ കാര്യങ്ങളും നിഹാൽ. പ്രത്യേകിച്ച് ഒന്നും ഇല്ലാന്ന് പറഞ്ഞു തരുന്നത്. നിഹാൽ ഒറ്റ ഒരാള് മതി ശരിക്കും പറഞ്ഞാല് മൊത്തത്തില്. അപ്പൊ നമ്മളെ ടീമിന്റെ ഈ തൈര് പൊളിയാട്ടോ. അടുത്ത വർഷം ബിരുദം വാങ്ങണ
ഈ മൈക്ക് കൊടുത്താ വാങ്ങൂലേ? ഇത് വാങ്ങൂലല്ലോ, 2 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ. എന്തായാലും കഴിഞ്ഞില്ലേ? എന്താ അഡ്വൈസ് കൊടുക്കാള് യുവ തലമുറക്ക്, വരുന്ന തലമുറക്ക് അഡ്വൈസ് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അതന്നെ എന്തൊക്കെ സ്കില്ല് ഉണ്ടാക്കാൻ അല്ല ഉണ്ടാക്കാൻ നോക്കുകയാണ് ജീവിതത്തിന്റെ അഡ്വൈസ് അല്ലേ. നമ്മളൊക്കെ എന്താ വെച്ചാല് 12 കഴിഞ്ഞിട്ടാണ് പൈസ ഉണ്ടാക്കുക അല്ലെങ്കിൽ ലക്ഷ്യം. ഇവിടെ ഇരിക്കുന്ന എല്ലാരും ചാപ്പിന് സ്കില്ല് പിന്നുണ്ടല്ലോ ആരും പൊക്കരുത്, എയറിലായിക്കോ പൊക്കരുത്. അതെ ഞാൻ എത്ര വയസ്സായി? ഒരു വെള്ളിയാഴ്ച ധന്യമായില്ലേ, കഴിഞ്ഞ വെള്ളിയാഴ്ച ധന്യമാവല്ലേ. ഓ സീനല്ലേ ആ വെള്ളിയാഴ്ച അതെ ഞങ്ങള് വ്ലോഗ് ചെയ്തോണ്ടിരിക്ക. ഇതാണ് നമ്മളെ ബോസ്, മാർക്കറ്റിംഗ് ആണ്. എന്തേലും അല്ല നമ്മളെ ഇതിൽ വരൂല, നമ്മള് ജസ്റ്റ് ഒരു ചുമ്മാ നമ്മളെ സ്റ്റോറീസ് ആയിട്ട് ഇടാനേ. ഓർമ്മക്കാരി എടുത്ത്. അതെ, ഹായ് ഹലോ, ഇതാണ് നമ്മളെ ബോസ് ഇട്ട് കൊടുത്ത. എന്റെ കല്യാണം നോക്കണ്ടോ? നല്ല കുട്ടികൾ പറയാം, ഇവര് കല്യാണം നോക്കണ്ട. ഇവിടെ കല്യാണം നോക്കണില്ല, ബിരിയാണികളൊക്കെ നോക്കുന്നുണ്ട്, മന്തികള്, അങ്ങനെ നല്ല സ്പോട്ടുകൾ. പപ്പടം തീരുന്നില്ല. ലാസ്റ്റ് നമ്മള് മന്തി കഴിയുമ്പോ ലാസ്റ്റ് ഒരു പീസ് എടുത്ത് വെക്കൂലേ, ഉള്ള സാധനം കഴിയാതെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അതൊരു സ്കില്ലാണ്. അത് ഞങ്ങൾ ഇവിടെ ആർക്കും ഇല്ലാത്ത സ്കില്ലാട്ടോ. എന്റെ പപ്പടം ഫസ്റ്റ് 2 ഉരുളന്റെ പപ്പടം കഴിഞ്ഞു. ഞങ്ങളെ ക്ലാസ്സിൽ വരുത്തുണ്ട്, ഓന്റെ കോഴി, ഓൻ 2-3 ആകെ ഒരു കോഴിയെ കോളേജിൽ നിന്ന് കിട്ടുള്ളൂ പീസ്. ഓന്റെ 2-3 ആളുടെ ചോദിട്ട് അതിനുള്ള ഓന്റെ കോഴി കഴിയൂല, ഒരു നുള്ള് 2 ഉരുള. അതേമാതിരി വീട്ടിൽ അങ്ങനെ പറയണ്ടേ, അതൊരു കഴിവാട്ടോ. സർത്താജ് സീനമൻ ആവശ്യത്തില്. അതെ, ഇതേ സെയിം എക്സാമ്പിൾ നമ്മളെ കൂട്ടത്തില് നമ്മളെ ബാച്ചിലുള്ള സർത്താജ് സീൻ ഞാൻ അനുസ്മരിക്കുന്നു അദ്ദേഹത്തെ. തീരൂല. അതേമാതിരി ഗഫാർ മേരി ബിസ്ക്കറ്റ് മേരി ബിസ്ക്കറ്റ് പ്ലേറ്റിലിടും, ചായ കഴിക്കും, അപ്പൊ ഇങ്ങനെ വലുതാവുമല്ലോ. അപ്പൊ ഇങ്ങനെ വീതി കൂടി വലുതായല്ലോ. ഏതായാലും ബിരിയാണി നന്നാ, കുറച്ച് മനുഷ്യന്മാരെ ഇറച്ചിയും കൂടി തിന്നിട്ട് വിചാരിച്ചിട്ടാണ് അതൊക്കെ. വെറും ചോർക്ക് വെള്ളം പറഞ്ഞു കറി പറ്റൂല, എന്നിട്ട് വെറും ചോർക്ക് വെള്ളം പറഞ്ഞു. ബിരിയാണി ഓർഡർ ചെയ്തിട്ടേ നമുക്ക് കൊറേ കഴിഞ്ഞിട്ട് തുടങ്ങുള്ളൂ. നല്ലോ പ്രശ്നം. ഗഫാർ ബിരിയാണിയും 5 നെയ്ച്ചോറ് ഓർഡർ ചെയ്ത്, എന്നിട്ട് അവർ ഗഫാർ മസാലക്കാർക്ക് കൊടുത്ത് 5 കൊടുത്ത് റൈസ് മാത്രം തന്നു. ബിരിയാണി ഗഫാർ 160, 5 80 റുപ്യയും. നോക്കി നമ്മള് കൊറേ കേട്ടതാണ്, അല്ല ആദ്യമായിട്ട് കേൾക്കണേ കൊണ്ടുണ്ടാവുന്ന. അതെ, ഇതില് ഒറ്റനെ കണ്ടെത്താന്ന് പറഞ്ഞാൽ ഞാനാവട്ടോ. കാരണം ഇവര് 3 ആളൊരു കോളേജ്, ഞാൻ വേറെ കോളേജാ. അനാഥൻ കടകള് ഇനി നമ്മള് കടകളെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്, കുറെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. നമുക്ക് എത്ര കിട്ടിയാലും നമ്മൾ പൊന്നാക്കി കൊടുക്കും, അതാണ് നമ്മുടെ ഡ്യൂട്ടി. മാക്സിമം നമ്മളെ കൊണ്ട് പറ്റണമെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. ഇതാണ് നമ്മള് ഷോപ്പ്, മാർക്കറ്റ് ചെയ്യുന്ന ഷോപ്പ്. ഇതുവരെ പുതിയൊരു ടീൻ്റെ എന്തോ ഒരു സംഭവമാണ്. ഫോക്സ് വാഗന്റെ വണ്ടി സീനല്ലേ. ഓ മോനെ, വണ്ടികളെ പറ്റി അറിയില്ല. ഫോക്സ് വാഗൻ എന്നാണല്ലോ ഇതിന് പറയാ. സംഭവം നൈസാട്ടോ. കൊച്ചിയുടെ ഒത്തനടുവ്, എറണാകുളത്തിന്റെ പുക്കിൾക്കൊടി എന്നറിയപ്പെടുന്ന നൂർജഹാൻ.
ആ പോവും. ആ പോട്ടെ. റൈറ്റ് എടുക്കി നേരെ പോലെ. ആ ഓക്കെ. അങ്ങോട്ട് ഇങ്ങോട്ട് ആ പോട്ടെ. ഓ പൊക്കോ. ഇതിനാ അത്ര റിസ്ക് എടുക്കണല്ലോ, ഒരാൾ ബാക്ക് എടുത്താ പോരെ. ആടാ അതൊക്ക നിങ്ങൾ കുറച്ച് മുന്നേ എടുത്തോ. ഇയാളെ ആറ്റിറ്റ്യൂഡാട്ടോ. ഇവിടെ നോക്കടാ, സ്കില്ലാണ്. ആ സൈഡ്. ആ ഓക്കെ. ഓ സോറി. സ്കില്ലാട്ടോ, അതൊക്കെ സ്കില്ലാണ്. ഇതിന്റെ ഇടയിലില്ലേ തല്ലിട്ടിയാല് നമ്മള് ഞാൻ അവിടത്തെ ഇയാള് കൂളിങ് വന്ന് അയാള് കൂളിങ് ഇട്ടിട്ട് വെറും മെയിനാല്. അയാളെ ആറ്റിറ്റ്യൂഡ്. ഒരാൾക്ക് ബാക്ക് ഒന്നും കൊടുത്താൽ മതി, സിമ്പിളായി പോവാ. രണ്ടാളും വിട്ടു കൊടുക്കണില്ല. എന്തെങ്ങനെ കാഴ്ച ചെയ്യലേ. ഇതാണ് നമ്മുടെ ചരിത്രാതീതമായ 145 വർഷം പഴക്കമുള്ള അതെ പ്രാചീനമായ അങ്ങനെയൊക്കെ പറയാം. തോട്ടക്കാട്ടുകര ജുമാ മസ്ജിദിലേക്ക് ഇന്നത്തെ നമ്മുടെ യാത്ര. തോട്ടയത്തുകര. ഇതാണ് നമ്മൾ ഡ്രൈവർ. സ്കില്ലുണ്ട്, അടിപൊളി. അത് മലപ്പുറം. നമ്മളിവിടെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, ഷോപ്പ്. നൂർജഹാന്റെ ഷോപ്പ് മാർക്കറ്റ് ചെയ്യുന്നു നമ്മളാ. അതെ വ്ളോഗേഴ്സ്. ചർച്ചകളും ജഹ്വിത ചർവണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ യഥാർത്ഥ വിജയകൂടെയാണ് അവന്റെ ജീവിതത്തിനൊരു പള്ളി വൻ സെറ്റപ്പാ. നമുക്ക് നൽകിയ സൗഭാഗ്യങ്ങൾ, അനുഗ്രഹങ്ങൾ, അല്ലാഹു നമുക്ക് നൽകിയ ജോലി, അല്ലാഹു നമുക്ക് നൽകിയ ആരോഗ്യം, അല്ലാഹു നമുക്ക് നൽകിയ നമ്മുടെ പദവികൾ, അത് സമൂഹത്തിന് വേണ്ടി, അത് അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പാവപ്പെട്ട വിദ്യാഭ്യാസം നടക്കും. എന്നാൽ അതിനുവേണ്ടി ഒരാശ്രം ലാക്കാക്കി നിന്നുകൊണ്ട് വേണം മുന്നേ ആ മനുഷ്യൻ പ്രവർത്തിക്കാൻ. നമുക്ക് ആരോഗ്യമുണ്ട്, നമുക്ക് വാഹനമുണ്ട്. സമയങ്ങളിൽ കട മൊത്തം എടുത്തു പോകണം. അവിടുന്ന് അങ്ങോട്ടൊന്നും പോരായിട്ടാണ്. പല്ല് കുത്തിട്ടാ അങ്ങനെന്താ ഡയലോഗില്ലേ? തിന്നിട്ടും മതിയാവണില്ല. കഴിഞ്ഞിട്ട് എന്ത് കിട്ടി? കുറെ തിന്നാൻ കിട്ടി. ഒറ്റ പറയാം, ഈ 2025 തിന്നത്ര ഇതുവരെ ജീവിതത്തിൽ തിന്നിട്ടുണ്ടാവില്ല. അതെ, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. ഇതിപ്പോ ഒരു ബറക്കത്തിന് വാങ്ങിയല്ല എൻ്റെ. ആ സ്ഥലത്തിന്റെ പേരെന്താ? സെമിനാരിയോ, സെമിനാരി മുക്കോ അങ്ങനെന്തോ. സെമിനാർ പടി ചെറിയ സമയം പറഞ്ഞു. ഞങ്ങൾ വന്നപ്പോ അങ്ങോട്ട് അവിടെ പഠിക്കണാണോ ചോദിച്ചു. എടാ ഈ ക്രിസ്ത്യൻസിലില്ലേ ഓർത്തഡോക്സ്, അതേപോലെ 2 സെറ്റപ്പ് ഉണ്ട്. അതിൽ ഒരു ടീമിനില്ലേ കത്തോലിക് ഓർത്തഡോക്സ്. അതിലൊരു ടീമിന് ഇത് പറ്റൂല, കല്യാണം കഴിക്കാൻ പറ്റൂല. അങ്ങനല്ല, പക്ഷെ ആ ടീമിൽ തന്നെ കുറച്ച് ആൾക്കാർക്ക് പറ്റണോ? അല്ല പറ്റുള്ളൂ. ഞാൻ ഇങ്ങനെ കേട്ടോ, എനിക്കൊരു പരിചയക്കാരൻ മൂപ്പരില്ലേ കുറച്ച് ഓർത്തഡോക്സ് പറയുമ്പോ അങ്ങനെ കുറച്ച് കാര്യക്ഷമമായിട്ട്. എൻ്റെ ഒപ്പം ഞാൻ പണ്ട് പരിചയപ്പെട്ട ഒരാളുണ്ട്, രഞ്ജിത്ത് പറയും. മൂപ്പര് ഇതേപോലെ പണ്ട് പഠിച്ചിനി.
മൂപ്പരെ ആ ഒരു ഓർത്തഡോക്സ് ഇതിൽ പഠിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ പറ്റൂല അങ്ങനെയൊക്കെയാന്നു. മൂപ്പര എന്നിട്ട് ചാടിപ്പോന്നു, പെണ്ണൊക്കെ കെട്ടി, ഇപ്പൊ ഫുൾ സെറ്റാ. അതെ അതെ, അത് സീനില്ല, തിരിയോലോ ആൾക്കാർക്ക്. ഷോപ്പ് എത്തിട്ടോ. ഈ വരുന്ന ഡിസംബർ 23 അടുത്ത മാസം ജനുവരിയോ? കിട്ടുക പറഞ്ഞെന്താ അറിയോ, താഴെ കാണുന്ന യൂസ് ഹാഷ്ടാഗ് ആക്കുക. അത്യാവശ്യം ടൈമായിട്ടുണ്ട്. ചെക്കന്മാരൊക്കെ ക്ഷീണിച്ചു. രാവിലെ കണ്ട പോലെ അല്ല. ലൈറ്റൊക്കെ ഇതാണ് പണി. ഇതാണ് നമ്മളെ ബായ്. ഹായ് മേക്കിംഗ്. മോനെ ഇത് നോക്കാം. ഞാൻ ഉണ്ടാക്കിയിട്ടത് ഇതായിരുന്നു. എടാ അതൊക്കെ ഒരു ടേബിളിൽ സെറ്റ് ചെയ്താ ടേബിൾ ഒക്കെ അത് ഓല് വെച്ചോളൂ. ആ भैया वो टेबल में रखना वो डिशेस. ഏറെക്കുറെ ആയില്ലല്ലോ. വന്നപ്പോഴുള്ള ചിരിയൊന്നും ഇല്ല. ഇപ്പൊ കൊയങ്ങിക്കണേ, പണി തുടങ്ങണം കേട്ടോ ഗൈസ്. ഹായ്, ഇതാണ് നമ്മളെ കുക്കേഴ്സ്. കുക്ക് കുക്ക് നമ്മുടെ ഏകദേശം ഡിഷൊക്കെ ആയിട്ടുണ്ട്. ഇങ്ങനെ ചോറ് വെക്കുക. ഇത് ഇവിടുന്ന് അവിടുത്തെ ആൾക്കാർ എന്താ ശശിയോ പറ്റൂല. അപ്പൊ അവിടെ ഉള്ള ആളെങ്ങനെ ശശിയോല്ലേ? ഓ ശശി, ആ ശശി തന്നെ, ശശി തന്നെ. ഇത് രണ്ടും ഞാൻ അങ്ങനെയാണ് ഇത് മൊത്തം എനിക്കുള്ളതാ. ഈ സോറി ഇതിന്റെ ഭാഗത്താക്കി ഞാൻ കൊടുക്കും. ഇത് മൊത്തം ഇത് കൊടുത്തു. ഇത് ഞാൻ എടുക്കും, ഇത് ഞാൻ എടുക്കും. പിന്നെ ഇത് വലിപ്പം നോക്കി ചെയ്യും. എന്റെ പള്ളി ഇതിന്റെ വലിപ്പം നോക്കി അത് പറ്റൂല. പിന്നെ ഈ രണ്ട് വെച്ചിട്ട് എനിക്കാട്ടോ. രണ്ടും എനിക്കുള്ളതാ. ഈ സാമ്രാജ്യം എനിക്കുള്ളതാ. അങ്ങനെയാണ് സോങ്സ് അടിച്ച ഭയങ്കര സീനാണ്. വളരെ മോശം പരിപാടി. ലൈറ്റ് അടിക്കാരാ. എല്ലാം തണുത്തോ ഇതൊക്കെ നോക്ക പൊതച്ച മാരിണ്ട്. ലിക്വിഡാന്ന് പറയാൻ പോലും ഇല്ല. നമ്മള് മീനിന്റെ കുറച്ച് ഐറ്റംസ് എടുത്ത് രതീഷ് എണീക്ക് രതീഷ് എന്ന് പറഞ്ഞിട്ട് എണീക്കില്ല. എല്ലാവരും ഉറങ്ങീനി. ഒക്കെ വെറുങ്ങലിച്ചു. ഇതൊക്കെ നോക്കാൻ ചൂടോടെ കിട്ടിയ സാധനം വെറുങ്ങലിച്ച്. ഗൈസ് 2000 years later കഷ്ടപ്പാട് തന്നെയാ. എല്ലാം തണുത്തുറച്ചിട്ടോ. ഇതൊക്കെ നോക്കാം വെറുങ്ങലിച്ചു. ഇതൊക്കെ സോസ് പോലെ എന്തൊക്കെയോ ആണ്, പക്ഷെ തൊട്ടാ കിട്ടാതെ ഉണ്ടോ. അതൊക്കെ തൊട്ടാ കിട്ടുന്ന കൂടി സമയം ഉണ്ടോ? 11 മണി ഉണ്ടോ? അതാ ഇവിടുത്തെ മുട്ട എവിടെ? മുട്ട എവിടെ? കിട്ടിയോ? ചേടാ പറ്റിച്ചടാ മുട്ട. വെച്ചോ, 1-2 വെച്ചല്ലേ. കബാബൂടാ ആകെ 2 എടാ ഇൻക്ലൂഡാ. ഇത് നോക്കാ, കബാബ് ആകെ 2 ഉള്ളു. 2 വണ്ടിയില്ല. കുട്ടപ്പൂ ഇവിടെ കുട്ടാപ്പൂവോ? ഇതിത്തെ കബാബോട് കുട്ടാപ്പൂവോ? ആകെ 2 കബാബുള്ളു. 2 എടുത്തേക്കുക. ഇത് അര എണ്ണാട്ടോ.
ഇത് പശ ചൊട്ടിച്ചേക്ക അതാ പോലും എടാ ഇത് ഇങ്ങനെ വെച്ചിക്കടാ ഇതില്ലേ എന്താ കബാബിന്റെ വീഡിയോ എടുക്കണം മീൻ കാണാനല്ല ഞാനല്ലേ ഇനിയിപ്പോ മീൻ തിരിച്ചിടേണ്ട അവസ്ഥയാണ് ഇല്ല ഷാഫിന്റെ ഭാഗത്തുനിന്നാണ് മീൻ പോയത് അല്ല കുഴപ്പമില്ല ആക്രാന്തോ വീഡിയോ ഷൂട്ടിന്റെ ഇടയിൽ ആക്രാന്തം എന്ന് പറഞ്ഞിട്ടൊക്കെ തന്നെ അതെ അതെ വയറ് വയറ് സ്പിൻ ചെയ്ത 11 മണി രാവിലത്തെ മൂടൊന്നും ഇല്ലല്ലോ ശരിക്കൊന്നും ഉറങ്ങാൻ പറ്റില്ലടോ പക്ഷെ ഭയങ്കര നൈസാണ് ഇവിടെ എല്ലാം ഇവിടെ അവിടെ തന്നെ വീഡിയോ എടുത്തോണ്ടോ നമുക്ക് മിറ്റു ഇവിടെ വാ അങ്ങോട്ട് വാ ബാ ഞങ്ങൾ യാത്ര പറയുകയാണ് ചത്തിറങ്ങി നീശ പോയിട്ടോ അസ്സലാമു അലൈക്കും കാണാം ആ സീറ്റ് എൻ്റെ ഫോണോടെ അല്ലേ ആൻഡ് ഗൈസ് ഫൈനലി ഇന്ന് ഭയങ്കര നല്ല ക്ഷീണമുണ്ട് എന്താ അറിയില്ല അത് ഇന്നലെ അത്യാവശ്യം ഉറക്കൊഴിച്ചുകൊണ്ടായിരിക്കണം എന്തായാലും ഇതിലെല്ലാം കഴിഞ്ഞു കേട്ടോ എന്നിട്ട് നമ്മളിപ്പം എറണാകുളം സൗത്തോ ഇതെവിടെ ആ എന്തായാലും അങ്കമാലിയിലപ്പം ഉള്ളത് പറഞ്ഞ മാതിരി നാളെ ഇനി കോളേജിലേക്ക് പോകണം